ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ വാർത്ത. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകാനാണ് ബി.ജെ.പി. നീക്കം. പ്രവർത്തകരുടെ സ്നേഹവും പിന്തുണയുമാണ് ലഭിച്ച ഉത്തരവാദിത്തത്തിന്റെ ശക്തിയെന്ന്, അഭിമാനവും സന്തോഷവും നിറഞ്ഞ നിമിഷമാണിതെന്നുമാണ് സംസ്ഥാന അധ്യക്ഷ ചുമതല ഏറ്റെടുത്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പിന്തുണയോടും ആണ് ഈ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ശക്തി. എല്ലാ പ്രവർത്തകരുടെ പേരിൽ ഞാൻ ഈ ഉത്തരവാദിത്വം ഇന്ന് ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ കൂടെ ബി.ജെ.പി. കേരളത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കൊരു അഭിമാനവും ഒരു സന്തോഷമായ ഒരു ഒക്കേഷനാണ്. അതുകൊണ്ട് എൻ്റെ ഹൈക്കമാൻഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി, അമിത്ഷാ, നഡ്ഡാജി, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി. ടി.വി. പ്രസാദ് ഉണ്ട് വിശദാംശങ്ങളുമായി. ടി.വി. പ്രസാദ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി.ജെ.പിക്ക് പുതിയ അധ്യക്ഷൻ വരുമ്പോൾ, സംസ്ഥാന അധ്യക്ഷൻ വരുമ്പോൾ ഇനി വരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പുകളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. എന്താണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ചെയ്യാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? മറ്റൊന്ന്, സംഘടനാ തലത്തിൽ വരാൻ പോകുന്ന അഴിച്ചുപണി, അതെങ്ങനെയായിരിക്കും എന്നൊരു ചോദ്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന്റെ ടീമിൽ ആരൊക്കെയാകും വരിക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കൗതുകവും. അതുതന്നെയാണ് വിനീത. ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പി. ദേശീയ നേതൃത്വം ഒരു പരീക്ഷണം നടത്തുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തീരെ സംഘടനാ പരിചയമില്ലാത്ത മുൻ വ്യവസായിയായ ഒരാളെ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് നിശ്ചയിക്കുക വഴി ബി.ജെ.പിയിൽ കേരളത്തിൽ നിലവിലുള്ള വിഭാഗീയത അവസാനിപ്പിക്കുക എന്നുള്ളതായിരിക്കും പ്രധാനമായും ദേശീയ നേതൃത്വം ഉറ്റുനോക്കുന്നത്. ഒരുപാട് പാരമ്പര്യവും പ്രവർത്തന പരിചയവും ഒക്കെ ഉള്ള നേതാക്കൾ മാറി മാറി ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നിട്ടും സംസ്ഥാനത്തെ ഗ്രൂപ്പിസം അത് ഓരോ വർഷം കഴിയുന്തോറും കൂടിക്കൂടി വരികയായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തെ സംസ്ഥാന പ്രസിഡന്റ് പദവിക്ക് ശേഷം കെ സുരേന്ദ്രൻ മാറിയതിന് ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടേക്ക് വരികയും ചെയ്യുന്നത്. മാത്രമല്ല സംഘടനാ തലത്തിലും വലിയ മാറ്റമുള്ള ഒരു സംസ്ഥാന കൗൺസിലാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം 14 ജില്ലകൾ വിഭജിച്ച് 30 ജില്ലകളാക്കി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഘടനാ തലത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഒരു ബിസിനസ്സുകാരനായ നേതാവിനെ ബി.ജെ.പി. ഈ സ്ഥാനം ഏൽപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. വിനീത പറഞ്ഞതാണ് അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് 2 തെരഞ്ഞെടുപ്പുകൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിലൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പും 2 നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നേതൃത്വത്തെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് തൃശ്ശൂരിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ജയിച്ച് കയറിയത്. ആ ഒരു സമയത്ത് ബി.ജെ.പിക്കുണ്ടായ പ്രതീക്ഷ വാനോളമാണ്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലൂടെ പാർട്ടി മുന്നോട്ട് പോകുമ്പോഴാണ് ദേശീയ നേതൃത്വം സംസ്ഥാന പ്രസിഡന്റ് എന്ന ചുമതല രാജീവ് ചന്ദ്രശേഖരനെ ഏൽപ്പിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കണ്ടറിയേണ്ടി വരും എങ്ങനെയാണ് ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനം മുന്നോട്ട് പോകുന്നത് എന്ന്. വിനീത, ശരിയാണ് ടി.വി. പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനം ഇനി മുന്നോട്ട് പോകുന്നത് എന്നത് തന്നെയാണ് വലിയ ചർച്ച.